നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ റിലേഷനിൽ ഒരു മൊത്തത്തിലൊരു ചേഞ്ച് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിൽ നിന്നൊക്കെ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ മാനസികമായിട്ടുള്ള സ്ട്രഗിൾസിൽ നിന്നും നിങ്ങൾ പുറത്ത് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 8 ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഓവർ തിങ്കിങ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതിപ്പം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഒരുപോലെ ഓവർ തിങ്കിങ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഉണ്ട്. പക്ഷെ അത് കൂടുതൽ നിങ്ങളെയാണ് കൂടുതൽ ആ ഒരു ഓവർ തിങ്കിങ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു കുറവ് വരുന്ന സമയത്ത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഇൻസിഡൻറ്റിനെ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു നെഗറ്റീവായ രീതിയിൽ അതിനെ നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ബിസി ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളത് ഉൾക്കൊള്ളാതെ ആ സമയത്ത് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നത്. അതെല്ലാം നിങ്ങളെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും അവരുടെ ഭാഗത്തുനിന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ഈ റിലേഷനെ പലപ്പോഴും ഒരു നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു, നെഗറ്റീവ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ചില സമയത്ത് അവർ ബിസി ആവുന്നുണ്ട്. അത് അവരുടെ കരിയർ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് എത്തിപ്പെടേണ്ട ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അവർ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടത്തോട്ടുള്ള വർക്കിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിലോട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ബിസി ആവുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നുണ്ടാവാം. അതായത് അവർ ബിസിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആവുന്നുണ്ടാവാം, നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവാം, നിങ്ങളോടുള്ള സ്നേഹം പഴയ പോലെ ഇല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ അവർ അവരുടെ ഫ്യൂച്ചർ ലൈഫ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്നിച്ചുള്ള ലൈഫ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ട് അവൈലബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അവരെ ആ സമയത്ത് നിങ്ങൾ എന്താ പറയുക, തെറ്റിദ്ധരിക്കാതിരിക്കുക, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. കിങ് ഓഫ് സോഡ്സ് എനർജി. ചിലപ്പം ഈ ഒരു ഓവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങളെ പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ആ രീതിയിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവാം. എന്താ ഇപ്പോഴെന്നോട് ഇഷ്ടക്കുറവുണ്ടോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഡൗട്ട്ഫുള്ളി ആളെ നോക്കുന്നുണ്ടാവാം. അത് ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് കൊടുക്കുന്നുണ്ടാവാം. ആൾക്ക് ആളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയും, അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ആളെ ഹേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൺസ് എനർജിയാണ്. ഈ റിലേഷൻ അവർക്ക് വേണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം ചില സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഓൺലൈനിൽ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, ഏത് സമയത്താണ് വരുന്നത്, നിങ്ങളില്ലാത്ത സമയത്ത് വന്നു പോകുന്നുണ്ടോ, നിങ്ങളുള്ള സമയത്ത് തന്നെ ആൾ വേറെ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവർ ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി ആട്ടോ. അപ്പം ഇവിടെ ചിലപ്പോൾ അവരിപ്പം ഒരുപാട് റൊമാൻറ്റിക് ആവുന്നുണ്ടാവില്ല, ഈ ഒരു റിലേഷനിലോട്ട് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യത്തിലോട്ട് അവർ
എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ലൊരു കരിയർ എത്തിപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഫിനാൻഷ്യലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ റിലേഷൻ്റെ കാര്യത്തിൽ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ എംപറർ എനർജിയാണ്, മൊത്തം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. മാത്രമല്ല കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇമോഷണലി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലല്ല നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എംപറർ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതിലോട്ടാണ് അവരുടെ ഫോക്കസ് മുഴുവൻ ഉള്ളത്. അങ്ങനെ ആ ഒരു ഫോക്കസിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇമോഷണലി ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയാനോ അവരുടെ കയ്യിൽ സമയമില്ല. അവരത്രയും അവരുടെ ഗ്രോത്ത് എന്നുള്ള ലക്ഷ്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന സമയമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ അവരുടെ കരിയറിലോട്ടോ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ടോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവർ ഈ റിലേഷൻ എൻഡ് ആക്കി പോവുക എന്നുള്ളതല്ല ചെയ്യുന്നത്, അവരുടെ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റിലോട്ടൊക്കെ വരുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി ബെറ്റർ ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇത് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് അതിൻ്റെ സ്പേസ് കൊടുക്കുക. ആ സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാതെ ആൾക്ക് അതിൻ്റെ സ്പേസ് കൊടുത്ത് നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങളും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. 2 ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. ഇങ്ങനെ ആള് ഭയങ്കരമായിട്ട് ആളുടേതായ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ നിങ്ങളോട് സ്നേഹമുണ്ടോ, ഈ റിലേഷനിൽ ആൾ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ, ഈ ആൾ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സിൽ നിങ്ങളോട് അത്രയും സ്നേഹം ഫീലിങ്സും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ആളുടെ കരിയറിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ആൾക്ക് നിങ്ങളോട് സ്നേഹവും ഇമോഷനും ഇല്ല എന്നുള്ളതല്ല, അത് അവർ കൺട്രോൾ ചെയ്യുന്നു. അതിലോട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ, റിലേഷനിലോട്ട് ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ തരാൻ പറ്റാത്തതിൽ അവർക്കൊരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ റിലേഷനിലോട്ട് പഴയ പോലെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് അവർക്കറിയാം. അതിൻ്റെ ഒരു ഗിൽറ്റി ഫീലിങ്ങിലാണ് അവർ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. റെസിപ്രോസിറ്റി എന്നാണ് കാണിക്കുന്നത്. 2 പേരും ഈക്വൽ ആയിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻ വേണം എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണ് ചില സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ വന്നത് എന്ന് മനസ്സിലാക്കി, അവരുടെ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി നിങ്ങളിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കോഴിക്കോട് 1985, കാർത്തിക തിരുവനന്തപുരം, കാസർഗോഡ് ഫെബ്രുവരി 1990, 2000, മകം ലെറ്റർ R, കൊല്ലം, കണ്ണൂർ, പൂരം, ലെറ്റർ E, ജൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.